ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് ഫേസിന്റെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഒന്നാണ് 29ാമത്തെ ചോദ്യം. ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ടാണ് ചോദ്യം. കറണ്ട് അഫയേഴ്സ് ചോദ്യം ആയിരുന്നു. 16th ഇപ്പം നിലവിലുള്ളത് 31 വരെ 2031 വരെയുള്ള ധനകാര്യ കമ്മീഷനാണ്. എളുപ്പമുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷെ മുന്നോട്ട് ഇനിയും ചോദിച്ചാലും നമുക്ക് ഫുള്ളായിട്ട് കാര്യങ്ങൾ അറിയണം, എങ്കിലേ ആൻസർ എഴുതാൻ കൃത്യമായിട്ട് പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. അരവിന്ദ് പനഗരികയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. 2. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. 2 പോയിന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. നമുക്ക് നോക്കാം. എന്താണ് ധനകാര്യ കമ്മീഷൻ എന്ന് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും ഉണ്ട്, നാഷണൽ ലെവൽ അതായത് സെൻട്രൽ ലെവലിലുള്ളതും ഉണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുകൂടെ നമുക്ക് നോക്കി പോകേണ്ടതുകൊണ്ട് ഫുൾ പോയിന്റ്സും അംഗങ്ങളെയൊക്കെ നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കി പോവാം. ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നോക്കാം. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 16th ഫിനാൻസ് കമ്മീഷനാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വർഷം വരെയാണ് ഇവര്? 2026 മുതൽ 2031 വരെയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. നിലവിൽ ആരാണ് ഇതിന്റെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരികയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അരവിന്ദ് പനഗരികയാണ് ചെയർപേഴ്സൺ. ശരിയാണ്. അത് നോക്കിക്കേ, ഇദ്ദേഹം ആരായിരുന്നു? അരവിന്ദ് പനഗരിക നമുക്ക് എല്ലാവർക്കും അറിയാം, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു അല്ലെ. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റും കൂടെയാണ്. പിന്നെ അരവിന്ദ് പനഗരിയ കൂടാതെ ഫിനാൻസ് കമ്മീഷനകത്ത് 4 മെമ്പേഴ്സ് ആണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്നത്. ചെയർപേഴ്സൺ പ്ലസ് 4 മെമ്പേഴ്സ് ആണ്. ആ 4 മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇപ്പോഴത്തെ? 1. AN ഝാ, അതുപോലെ ആനി ജോർജ് മാത്യു, നിരഞ്ജൻ രാജധ്യക്ഷ, സൗമ്യ കാന്തി ഘോഷ് എന്ന് പറയുന്ന 4 പേരും കൂടെയാണ് ഇതിനകത്ത് ഉള്ള മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഈ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയിൽ. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് നോക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ 280 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. എങ്ങനെയാണ്? ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ട് ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1951 നിലവിൽ വന്നത് അല്ലെ. ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലെ. പ്രസിഡന്റ് ആണ് നിയോഗിക്കുന്നത്. ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും പ്രസിഡന്റ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചെയർമാനും 4 മെമ്പേഴ്സും ഇതിനകത്തുണ്ട്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ ഇവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഓർഡർ പോലെയാണ്. ഓക്കെ. അതുപോലെ റീ അപ്പോയിന്റ്മെന്റിനുള്ള പ്രൊസീജിയർ ഇവർക്കുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. ഇവർക്ക് പിന്നെയും വേണമെങ്കിൽ റീ അപ്പോയിന്റ് ചെയ്യപ്പെടാം. ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിലോ, ദ പാർലമെന്റ് ഹാസ് ബീൻ ഓതറൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഡിറ്റർമിൻ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദേ ആർ ടു ബി അപ്പോയിന്റഡ്. അതായത് പാർലമെന്റിന്റെ തീരുമാനപ്രകാരമാണ് ഈ പറയുന്ന മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. അപ്പം ഇതിനകത്ത് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ 1 ക്വാളിഫൈഡ് ടു ബിക്കം 1 അങ്ങനെയുള്ള ഒരാളായിരിക്കണം ഈ ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്നത്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് നോളജ്. ഫിനാൻസ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ടോ ഗവൺമെന്റ് അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ എക്കണോമിസ്റ്റുകളെ കൂടുതലായിട്ട് ഇവിടെ എടുക്കുന്നത്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേഷനകത്തും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ എക്കണോമിക്സുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഉണ്ടായിരിക്കണം. റിമൂവ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ലോക്കൽ ഗവൺമെന്റിന് ഫിനാൻസ് കമ്മീഷനെ റിമൂവ് ചെയ്യാം വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ്. അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നോക്കേണ്ടത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 ആർട്ടിക്കിൾ 280 പ്രകാരം ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ അപ്പോയിന്റ്മെന്റ് നോക്കുന്ന സമയത്ത് ദ ഗവർണർ ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് അപ്പോയിന്റ് ഇറ്റ് അണ്ടർ ദ ആർട്ടിക്കിൾ 243I ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എവറി 5 years. ഓരോ സംസ്ഥാനങ്ങളിലും ധനകാര്യ കമ്മീഷൻ ഉണ്ട്. അവരെ നിയമിക്കുന്നത് ഗവർണർ ആണ്. അവിടെ ആക്ടിന് ഒരു ആർട്ടിക്കിൾ 280 തന്നെയാണ്. പക്ഷെ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് 73ാം ഭരണഘടന
ഭേദഗതി 1992 പ്രകാരമാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവരെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം. ഇനി ഇത് കൂടാതെ നമുക്ക് അറിഞ്ഞു വെക്കേണ്ട 1-2 പോയിന്റ് കൂടെ ഉണ്ടല്ലോ. അതായത് 2026 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഈ പുതിയ ആൾക്കാരുണ്ടല്ലോ ചെയർപേഴ്സണെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് ഈ ഒരു ധനകാര്യ കമ്മീഷൻ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 16-ാം ധനകാര്യ കമ്മീഷനാണ് നമ്മൾ പറഞ്ഞു. കമ്മീഷന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. കേന്ദ്ര സർക്കാരിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം 41% ആയിട്ട് തുടരുവാണ്. അതായത് 15-ാം ധനകാര്യ കമ്മീഷനും ഈ 41% ആണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം 41% ആയിരുന്നു 15-ാം ധനകാര്യ കമ്മീഷനിലും. ഇപ്പൊ 16-ാം കമ്മീഷനിലും മാറ്റം വന്നിട്ടില്ല. മൊത്തം നികുതി ഇല്ലേ, സെൻട്രൽ ഗവൺമെന്റ് മൊത്തം നികുതി വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടത്. നിലവിലും അത് തന്നെ. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ദുരന്ത നിവാരണത്തിനുമായിട്ട് സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപയുടെ ഗ്രാന്റ് 16th കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ സംസ്ഥാനങ്ങളുടെ പ്രകടനം, സാമ്പത്തിക അച്ചടക്കം, GDP-യിലേക്കുള്ള സംഭാവന എന്നിവ അടിസ്ഥാനമാക്കി പുതിയ മാനദണ്ഡങ്ങളൊക്കെ കമ്മീഷൻ, അതായത് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇവർ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 41% നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കണം. അതുപോലെ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളൂടെ ഓർത്തു വെച്ചേക്കണം. ആദ്യ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു KC നിയോഗി. ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. സെക്കൻഡ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ K സന്താനമായിരുന്നു. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? VP മേനോൻ ആണ്. VP മേനോൻ. പിന്നെ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? NK സിംഗ് ആയിരുന്നേ. NK സിംഗ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 16th ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് തെറ്റിക്കരുത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ C ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിലേക്ക് പോകാം. 16ാം ചോദ്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെ ആയിരുന്നു. ഇവിടെ ആത്മനിർഭർ ഭാരതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ഇത് 2020 മെയ് 12 സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതിയാണ്. 2020 മെയ് 12 എന്ന് പറയുമ്പോൾ കോവിഡിനോടനുബന്ധിച്ച് അല്ലെ, ആത്മനിർഭർ ഭാരത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ലക്ഷ്യമാണ് ചോദിച്ചത്. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, ഇമ്പോർട്ട് കുറയ്ക്കുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിൽ ഊന്നൽ കൊടുക്കുക, ടെക്നോളജി വ്യാവസായിക മേഖലയിൽ കൂട്ടുക, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ എന്താണ് ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ചോദിച്ചാലും എഴുതണം, ഇന്ത്യയിലെ എല്ലാ മേഖലകളിലെയും നമ്മുടെ എല്ലാ മേഖലകളെയും സ്വന്തമായിട്ട്, അതായത് സ്വാശ്രയത്വത്തോട് കൂടിയിട്ട് സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2020 മെയ് 12 പ്രഖ്യാപിച്ച ഒരു നയമാണ് സ്വാശ്രയ ഇന്ത്യ അഥവാ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഉണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്, തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം, ഇതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത്. പ്രധാനമായിട്ടും ലക്ഷ്യങ്ങള് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് നമ്മുടെ സ്വാശ്രയത്വം, രാജ്യം സ്വന്തം കാലിൽ നിൽക്കണം, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിങ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അതുപോലെ തദ്ദേശീയ ഉൽപാദനം, അതിനൊരു പേരുണ്ട്, വോക്കൽ ഫോർ ലോക്കൽ എന്നാണ്, ഓർത്ത് വെച്ചേക്കാം. വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വോക്കൽ ഫോർ ലോക്കൽ, ലോക്കലിന് വേണ്ടിയിട്ടുള്ള വോക്കൽ എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. തദ്ദേശീയ ഉൽപാദനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. സാമ്പത്തിക പാക്കേജുകൾ കൊണ്ടുവരിക, അതായത് അന്ന് കോവിഡ് ആയിരുന്നല്ലോ 2020, അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് ഇതോടുകൂടി പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, രാജ്യത്തെ സാമ്പത്തിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കൃഷി, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾ ഇതുവഴി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട 5 പില്ലേഴ്സ് ആണുള്ളത്. നമ്മൾ നീതി ആയോഗ് പഠിക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ 5 പില്ലേഴ്സ് ഉണ്ട്. ഒന്ന്
എക്കണോമിയാണ്, സമ്പദ് വ്യവസ്ഥയാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനത്തെ ഒരു വളർച്ചയല്ല, പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം നമ്മുടെ ഇന്ത്യക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒന്നാമത്തെ പില്ലറാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ. 2 ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അടിസ്ഥാന സൗകര്യം. ആധുനിക ഇന്ത്യയുടെ മുഖമുദ്രയായിട്ട് നമ്മൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പില്ലർ. 3 സിസ്റ്റം ആണ്, അതായത് 21st സെഞ്ചുറിയിൽ സാങ്കേതിക മുന്നേറ്റങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവിധാനം കൂട്ടുക, അതാണ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മ എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ, സിസ്റ്റം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡെമോഗ്രഫിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്തായിട്ട് നമുക്ക് മാറണം. 5 ഡിമാൻഡ് ആണ്. വിപണിയിലെ ആവശ്യകതയും വിതരണ ശൃംഖലയും നമുക്ക് ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആസാദി കാ അമൃത് മഹോത്സവം എന്തായിരുന്നു? ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. 75ാം വർഷം ആഘോഷിക്കപ്പെട്ടതാണ് ആസാദി കാ അമൃത് മഹോത്സവം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അണ്ടറിലാണ്. ഇനി ആത്മനിർഭർ ഭാരത് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്ക, മുഴുവനായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇറക്കുമതി കുറയ്ക്കണ്ടേ? വ്യാവസായിക മേഖലയിൽ ടെക്നോളജി കൂട്ടണ്ടേ? കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തണ്ടേ? സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും ഈസി ചോദ്യങ്ങളാണ്. പക്ഷെ കൃത്യമായിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ കറണ്ട് അഫയേഴ്സും കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.